രാമായണം വായിച്ചിട്ട് രാമന് സീത എപ്പടിന്ന് ചോദിച്ച മാതിരിയാണ് അല്ലേ? അതുപോലെയാണ് നിങ്ങളെ ഉത്തരം. ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അല്ല, ഞാൻ പറയാം, പറയട്ടെ, നിങ്ങൾ ക്ഷമിക്കൂ. ഞാനിവിടെ പറഞ്ഞ എന്താ, അബ്രഹത്തെ അദ്ദേഹം ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും അതിലേക്ക് ആളെ തിരിച്ചിടാൻ വേണ്ടി അദ്ദേഹം ഈ പറയുന്ന കഅബ പൊളിക്കാൻ വന്നു. അങ്ങനെ കഅബ പൊളിക്കാൻ വന്ന സമയത്ത് അല്ലല്ല, ഒരു മിനിറ്റ്, യൂനുസ് ഭായി മോഡറേറ്റർ ആണ്. അല്ല, യൂനുസ് ഭായി മോഡറേറ്റർ ആണ്. താങ്കൾ ഇത് പറയുന്നതിന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലല്ല, അങ്ങനെ കഥ പറയാൻ പറ്റില്ല യൂനുസ് ഭായി, കഥ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, അത് സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞാലും യൂനുസ് ഭായി പറഞ്ഞാലും കഥയല്ല പറയേണ്ടത്. ഇത് ഇന്ന ഗ്രന്ഥം അനുസരിച്ച് ഈ ഒരു ക്ഷേത്രമായിരുന്നു, അത് പൊളിക്കാൻ വന്നത്. താങ്കൾ അത് പറയൂ. അല്ല, അബ്രഹാത്ത് രാജാവ് കബ പൊളിക്കാൻ വന്നു. എന്റെ ചോദ്യം, അബ്രഹാത്ത് രാജാവോ ആരെങ്കിലും കബ പൊളിക്കാൻ വന്നിട്ടുണ്ടോ എന്നല്ലായിരുന്നല്ലോ എന്നല്ല, അത് മനസ്സിലാക്കി. ചോദ്യം എന്തായിരുന്നു? മുഹമ്മദിന് മുമ്പ് അവിടെ ഏകദൈവ വിശ്വാസികളായിരുന്നു ഉണ്ടായിരുന്നെന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ ഒരാളുടെയെങ്കിലും പേര് പറയാൻ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് താങ്കൾ അബ്രഹാത്ത് രാജാവിന്റെ പേര് പറഞ്ഞത്. ഈ അബ്രഹാത്ത് രാജാവ് വിശ്വാസിയായിരുന്നു. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരും. ഈ അബ്രഹാത്ത് രാജാവ് കബ പൊളിക്കേ, അൽ കബ അൽ യമനി പൊളിക്കേ, എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മുടെ പോയിന്റ്, മുഹമ്മദ് മുമ്പ് അവിടെ ഏകദൈവ വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയും. അബ്രഹാത്ത് രാജാവ് ഏകദൈവ വിശ്വാസികളല്ലോ, അയാളുടെ കാര്യം വിട്. എന്നെ പറയാൻ അനുവദിച്ചാലല്ലേ പിന്നെ നിങ്ങൾ പറയൂ, ഏകദൈവ വിശ്വാസിയുടെ പേര് പറയും. മുഹമ്മദിന് മുമ്പ് അവിടെ പേര് പറയും. ഞാൻ പറയട്ടെ, യൂനുസ് ഭായി ഒരു മിനിറ്റ്, സഭാഷം പ്രധാനത്തേക്ക്. യൂനുസ് ഭായി, നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ആശയം കേൾവിക്കാരുടെ മുന്നിലേക്ക് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രബോധന വേദിയല്ലത്. ദിസ് ഇസ് എ ഡിബേറ്റ്. ദിസ് ഇസ് എ ഡിബേറ്റ്. നിങ്ങൾ പ്രബോധനം നടത്തേണ്ട ഒരു സ്റ്റേജ് അല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രബോധനം അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, നിങ്ങളുടെ ചോദ്യം സ്പെസിഫിക് ആണ്. ഈ ഏകദൈവ വിശ്വാസി, മുഹമ്മദിന് മുമ്പുള്ള അവിടുത്തെ ഏകദൈവ വിശ്വാസിയുടെ ഒരാളുടെ പേര് പറയാനാ പറയുന്നത്, അല്ല നിങ്ങളുടെ പ്രബോധന വേദിയല്ല. പ്ലീസ് താങ്കൾ അതിലേക്ക് ആ പേര് പറയൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അബ്രഹത്തിനോട് ഇവിടെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കഅബക്ക് ഒരു നാഥനുണ്ട്, അള്ളാഹു. അബ്ദുൽ മുത്തലിബ് ഏകദൈവ വിശ്വാസിയായിരുന്നോ? അബ്ദുൽ മുത്തലിബ് ഏകദൈവ വിശ്വാസിയായിരുന്നോ? അതിന് അബ്ദുൽ മുത്തലിബ് ആ പറഞ്ഞതിൽ ഏകദൈവ വിശ്വാസിയാണ്. ആ പറഞ്ഞില്ലല്ലോ. അബ്ദുൽ മുത്തലിബ് കബക്ക് നാഥനുണ്ട്. കബയുടെ അകത്തിരിക്കുന്ന നാഥനാരാ? ഹുബലല്ലേ? അള്ളാഹു ആണ്. കഅബയുടെ എന്റെ സഹോദരൻ, അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം സീറത്തുൽ നബവിയുടെ അകത്ത് പറയുന്നത് ഞാൻ അബ്ദുൽ മുത്തലിബ് ആരായിരുന്നു? അങ്ങനെ സെബാസ്റ്റ്യൻ ബ്രദർ പറയുന്നുണ്ട്. വിത്ത് റഫറൻസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കൂ. വിത്ത് റഫറൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അബ്ദുൽ മുത്തലിബ് ആരായിരുന്നു, ഈ കബയില് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രം, അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം ഈ പറയുന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം ഈ സീറത്ത് അൽ നബവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ വോളിയത്തിന്റെ 123 പേജ്. ഓക്കെ, ഒന്നാമത്തെ വോളിയത്തിന്റെ സീറത്ത് അൽ നബവിയ എന്ന ഗ്രന്ഥത്തിന്റെ ഇബ്നു കസീറിന്റെ ഗ്രന്ഥത്തിന്റെ വോളിയം നമ്പർ 1 പേജ് നമ്പർ 123. ഈ ഗ്രന്ഥത്തിന്റെ 24ാമത്തെ പേജിലാണ് ഇദ്ദേഹം പറഞ്ഞ അബ്രഹാത്ത് രാജാവിന്റെ കഥ. ഈ ഗ്രന്ഥത്തിൽ തന്നെയുള്ള 123ാമത്തെ പേജില് അള്ളാ എന്ന് വിളിച്ചുകൊണ്ട്, ഈ കബയുടെ നാഥനായ അള്ളാ എന്ന് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം, ഈ അബ്ദുൽ മുത്തലിബ് അള്ളാ എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കണ്ടോളൂ, ആ സ്റ്റോറി മുഴുവൻ ഇതാ. Ibn Ishaq went on. It is claimed when it was said to Abdul Muttalib, he asked, then where is it? Then he was told that it is near the ants nest. Next day, Abdul Muttalib went with his son Al-Harith, his only son at that time. അതായത് ഇവർ വേറെ ആരും ജനിച്ചിട്ടില്ല. അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകനായ അൽ ഹരിത്തും കൂടെ ഒരുമിച്ച് പോയി. Then എന്ത് പറ്റി? And he found the ants nest. എന്നിട്ട് ഒരു ഉറുമ്പും കൂട് കണ്ടെത്തി. കബയുടെ അവിടെ ഒരു ഉറുമ്പും കൂട് കണ്ടെത്തി. ആൻഡ് ദ ക്രോ പെക്കിംഗ് നിയർ ബൈ, ഒരു കാക്കക്കൂടും അതിനടുത്ത് കണ്ടെത്തി. ബിറ്റ്വീൻ ദ 2 ഐഡൽസ് ഓഫ് ഇസാഫ് ആൻഡ് നൈല. ഇസാഫ് എന്ന പ്രതിമയുടെയും നൈല എന്ന് പറയുന്ന ദേവന്റെ പ്രതിമയുടെയും ഇടയിലാണ് ഈ ഉറുമ്പും കൂടി കണ്ടെത്തി. കബയുടെ അവിടത്തെ കാര്യമായിട്ടാ പറയണേ. അതാണ് പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് ഏകദൈവ വിശ്വാസിയായിരുന്നു. ഓക്കെ, അറ്റ് വിച്ച് ഖുറൈഷ് വുഡ് മേക്ക് സാക്രിഫൈസ്. ഈ അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള ഖുറൈശികള് അവിടെ യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. ഈ ഇസാഫ് എന്ന് പറയുന്ന ദേവനും നൈല എന്ന് പറയുന്ന ദേവിക്കും ഇവര് യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. സോ ഹി ബ്രോട്ട് ഹിസ് പിക്കാക്സ് ടു ഡിഗ്. ഈ അബ്ദുൽ മുത്തലിബ് ഒരു പിക്കാസുമായിട്ട് വന്നിട്ട് അവിടെ കുഴിക്കാൻ ആരംഭിച്ചു. വേർ ഹി ഹാഡ് ബീൻ ടോൾഡ്
അദ്ദേഹത്തോട് പറയപ്പെട്ട ആ സ്ഥലത്ത് അദ്ദേഹം കുഴിച്ചു. ബട്ട് ഖുറൈഷ് stood in his way saying, മറ്റു ഖുറൈശികൾ അതിന് തടസ്സം നിന്നു. എന്നിട്ട് പറഞ്ഞു, ബൈ ഗോഡ്, ബൈ അള്ളാഹ്, we will not allow you to dig down between our two idols. അള്ളാഹു ആണേ, നിങ്ങൾ ഈ രണ്ട് ദേവന്മാരുടെ പ്രതിമയുടെ ഇടയിൽ കുഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വിച്ച് വി മേക്ക് സാക്രിഫൈസ് പ്ലീസ്, ഈ യാഗം കഴിക്കുന്ന രണ്ട് പ്രതിമകളുടെ ഇടയിൽ ഞങ്ങൾ കുഴിക്കാൻ സമ്മതിക്കില്ല. അബ്ദുൽ മുത്തലിബ് അഡ്രസ്ഡ് ഹിസ് സൺ അൽ ഹരിത്, പ്രൊട്ടക്ട് മീ സോ ഐ ക്യാൻ ഡിഗ്. അപ്പൊ മൂത്ത മകനായ അൽ ഹരിത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മുഹമ്മദിന്റെ വല്യപ്പാപ്പനാണ് അൽ ഹരിത്ത്, മുഹമ്മദിന്റെ അപ്പൂപ്പനാണ് ഈ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മുഹമ്മദിന്റെ വല്യച്ഛനോട് പറഞ്ഞു, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ കുഴിക്കാന്ന് പറഞ്ഞു. When protect me so that I can dig, for by Allah I shall carry on, inshallah I shall carry on to what I was taught. ഈ അള്ളാ എന്നിവിടെ വിളിക്കുന്നത് ആരെയാണെന്ന് താഴെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അള്ളാ എന്ന് എടുത്തു പറയുന്നത്. ഓക്കെ. When Quraysh realized that he would not back down, they made way for him to dig and let him alone. അങ്ങനെ ഖുറൈശികൾക്ക് മനസ്സിലായി, ഇവൻ എന്തായാലും കുഴിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവനെ വിട്ടിട്ട് പോയി, അവൻ കുഴിക്കട്ടെ എന്ന് വെച്ചു. He had not been digging for long before the coping stone appeared and he acclaimed the greatness of Allah. അങ്ങനെ കുഴിച്ച് അതിന്റെ പുറത്തുള്ള ആ ഒരു വിശിഷ്ടമായ കല്ല് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം അള്ളായെ സ്തുതിച്ചു. knowing the truth had been spoken to him, ആ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹെ സ്തുതിച്ചു. persisting in the digging, he found there are 2 golden gazelles that Jurhun had buried along with some white metal swords and some breastplates. കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ കിട്ടി, പിന്നെ വെള്ള ലോഹം കൊണ്ട് പണിത കുറച്ച് വാളുകൾ കിട്ടി, പിന്നെ കുറച്ച് പടച്ചട്ടകൾ കിട്ടി, ബ്രസ്റ്റ് പ്ലേറ്റ്സ്, പടച്ചട്ടകളും കിട്ടി. ഇത്രയും സാധനം ഈ കബയുടെ അടുത്തുനിന്ന് കുഴിച്ച് അബ്ദുൽ മുത്തലിബിന് കിട്ടി. ഖുറൈഷ് then addressed him. അപ്പോഴത്തേക്കും മറ്റു ഖുറൈശികളെല്ലാം കൂടെ വന്നു. ഓ അബ്ദുൽ മുത്തലിബ്, we have a right to share in this. ഇത് എല്ലാ ഖുറൈശികളുടെയുമാണ്, അത് നിനക്കുള്ള പോലെ ഞങ്ങൾക്കും ഇതിനകത്ത് ഷെയർ വേണം, പങ്ക് വേണം. കാര്യം സ്വർണത്തിന്റെ ആഭരണങ്ങളും അതുപോലെ തന്നെ ഒരു നിധി, സ്വർണത്തിന്റെ ആഭരണങ്ങളും വെള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ വാളുകളും ഒക്കെയാണ് കിട്ടിയത്. നോ, ഹി റിപ്ലൈഡ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞില്ല, പറ്റില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ബട്ട് ലെറ്റ് us decide what is equitable between us. പക്ഷെ നമുക്ക് തീരുമാനിക്കാം, ഇതൊക്കെ ആർക്ക് വീതിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഏകദൈവ വിശ്വാസിയാണെന്നാണ് പറഞ്ഞത് ഈ അബ്ദുൽ മുത്തലിബ്. കേട്ടോ. ഹി റിപ്ലൈഡ്, ഐ വിൽ മേക്ക് 2 arrows for the Kaaba. ഞാൻ 2 അമ്പുകൾ കബക്ക് വേണ്ടി ഉണ്ടാക്കാം. ഈ അമ്പിട്ട് കാര്യം തീരുമാനിക്കണതേ ഹുബലാണ്, ഹുബലിന്റെ ആരാധിക്കുന്നവരാ. അപ്പൊ അബ്ദുൽ മുത്തലിബ് ഈ അള്ളാ എന്ന് വിളിച്ച ആരെയാ? ഹുബലിനെയാണ്. കണ്ടോ. ഐ വിൽ മേക്ക് 2 arrows for Kaaba, 2 for myself and 2 for you. Whoever has his arrows come out for something that he shall have. അതായത് അന്നത്തെ ഖുറൈശികളുടെ ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ കബയിലെ പ്രമുഖ പ്രതിഷ്ഠയായ ഹുബലിന്റെ മുമ്പിൽ വന്നിട്ട് അമ്പ് ഇടും. ഇന്ന അമ്പ് ഇന്നയാൾക്കെന്ന് പറഞ്ഞിടും. ഈ വസ്തുക്കൾ വെച്ചിട്ട് ഹുബലിന്റെ പൂജാരി ഹുബലിനെ ആരാധിച്ചുകൊണ്ട്, ഹുബലെ നിന്റെ ഇഷ്ടം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിടും. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും, ഹുബലെ നിന്റെ ഇഷ്ടം ഞങ്ങളെ അറിയിക്കണം. അങ്ങനെ ഹുബലിന്റെ മുമ്പിൽ വെച്ചിട്ട് പൂജിച്ച് അമ്പിടുമ്പോ അമ്പ് ആർക്കെന്ന് വീഴുന്നോ? ഇപ്പൊ ഈ ഖുറൈശികളുടെ പേരെഴുതിയ അമ്പാണ് ചെന്ന് സ്വർണ്ണത്തെ വീഴണമെങ്കിൽ അത് ഖുറൈശികൾക്ക് കിട്ടും. ഈ അബ്ദുൽ മുത്തലിബിന്റെ പേരെഴുതിയ അമ്പാണ് എന്ന് സ്വർണ്ണത്തെ വീഴണമെങ്കിൽ അത് അബ്ദുൽ മുത്തലിബിന്റെ. ഇങ്ങനെയാണ് ഹുബല് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ അമ്പിടുന്നത്. Has arrows come out for something, then he shall have. Whoever has his arrows left behind get nothing. ഒന്നിലും വീഴാത്ത ആരോഗ്യമുള്ള ആള് അയാൾക്കൊന്നും കിട്ടില്ല. They agreed that this was fair. അന്നത്തെ എല്ലാ ഖുറൈശികളും എഗ്രി ചെയ്യും. കാര്യം ഹുബലാണ് എന്റെ മുന്നിൽ അമ്പിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവര് എഗ്രി ചെയ്തു. So he made 2 yellow arrows for the Kaaba. അങ്ങനെ അബ്ദുൽ മുത്തലിബ് 2 യെല്ലോ ആരോകൾ, 2 യെല്ലോ അമ്പുകൾ, മഞ്ഞ അമ്പുകൾ കബയുടെ പേരിലിട്ടു. 2 black for himself, 2 കറുത്ത അമ്പുകൾ അബ്ദുൽ മുത്തലിബിനിട്ടു. And 2 white ones for them. 2 വെളുത്ത അമ്പുകൾ ഖുറൈശികൾക്ക് വേണ്ടി ഇട്ടു. Then he gave the arrow to the diviner at the site of the idol Hubal. ആ കബയുടെ ഒത്ത മധ്യത്തിലാണ് ഹുബൽ ഇരിക്കുന്നത്. ആ ഹുബലിന്റെ പൂജാരിക്ക്, ആ ഡിവൈനർക്ക്, ഹുബലിന്റെ പൂജാരിക്ക് ആ അമ്പുകളെല്ലാം ഈ അബ്ദുൽ മുത്തലിബ് കൊണ്ട് ഏൽപ്പിച്ചു. Who was to cast them? ആ പൂജാരിയാണ് അമ്പിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആൻഡ് ഹുബൽ വാസ് ദ ലാർജസ്റ്റ് ഓഫ് their idols. ഹുബൽ ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഐഡൽ, ഏറ്റവും വലിയ വിഗ്രഹം. That's why അബു സൂഫിയാൻ said at the battle of Uhud, arise O Hubal. അതുകൊണ്ടാണ് അബു സൂഫിയാൻ ഉഹുദ് യുദ്ധകാലത്ത് പറഞ്ഞത്, ഹുബലെ നീ നീണാൽ വാഴുക എന്ന് പറഞ്ഞത്. ഓക്കെ. അബ്ദുൽ മുത്തലിബ് said to the prayer to Allah.
ഹുബലിന്റെ മുമ്പിൽ എല്ലാവരും ചെന്ന് നിന്ന് അമ്പുകൾ ഹുബലിന്റെ പൂജാരിക്കും കൊടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് അള്ളായോട് പ്രാർത്ഥിച്ചു. ഓക്കെ, ഹുബലിന്റെ ഇഷ്ടമാണ് ഇവിടെ തീരുമാനിക്കപ്പെടുന്നത്. ഹുബലിന്റെ മുമ്പിലാണ് ഇവർ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്ന അള്ളായോടാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഓ അല്ലാ, യു ആർ ദ മച്ച് പ്രൈസ്ഡ് കിങ്, നീയാണ് ഏറ്റവും വലിയ രാജാവ്. ഓ മൈ ലോർഡ്, എന്റെ റബ്ബേ, യു ആർ ദ വൺ ഹു ഇനിഷിയേറ്റ്സ് ആൻഡ് റിപ്പീറ്റ്സ്, ദ വൺ ഹു ഫേംലി ഹോൾഡിംഗ് ദ റോക്കി മൗണ്ടൻ, നീയാണ് മലയേക്കെല്ലാം ഉറപ്പിച്ച് നിർത്തുന്നത്. ഫ്രം യു കംസ് ഓൾ ദാറ്റ് ഇസ് ന്യൂ ആൻഡ് ഓൾ, പഴയതും പുതിയതുമെല്ലാം നിന്നിൽ നിന്ന് വരുന്നത്. ഇഫ് യു വിഷ്, ഹുബലിന്റെ വിഷ് അറിയാൻ ഹുബലിന്റെ മുമ്പിൽ ഹുബലിന്റെ പൂജാരി അമ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഇഫ് യു വിഷ്, അതായത് ഈ ഹുബലിനെയാണ് ഇദ്ദേഹം ഈ അള്ളാഹ് എന്ന് വിളിക്കുന്നത്. അള്ളാഹെ നീ ആഗ്രഹിക്കുവാണെങ്കിൽ യു ഗീവ് പെർമിഷൻ ആസ് യു വാണ്ട്. ഹുബലിന്റെ മുമ്പിൽ പെർമിഷൻ അമ്പിട്ട് ഹുബലിന്റെ പെർമിഷൻ എടുക്കുകയാണ്. അതെല്ലാവരും അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹുവേ നീ നിന്റെ ആഗ്രഹം പറയുക എന്നാണ് ഹുബലിന്റെ മുമ്പിൽ ഇരുന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. I have made vow to him who decides, ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. ആരാണോ തീരുമാനിക്കുക, കാര്യങ്ങൾ തീരുമാനിക്കുന്ന അമ്പിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പിൽ ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഇവിടെ നിറവേറട്ടെ. ഓ മൈ റബ്ബി, ഓ മൈ റബ്ബ് ടു മീ ആൻഡ് ഐ വിൽ നോട്ട് ഗോ ബാക്ക്, നിന്റെ തീരുമാനം എന്താണെങ്കിലും എന്റെ റബ്ബേ, അതായത് ഹുബലെ, ഇവിടെ നടപ്പാകട്ടെ, ഞാനത് അംഗീകരിക്കാം. ദ ഡിവൈനർ കാസ്റ്റ് ആരോസ് ആൻഡ് ദ 2 yellow ones went towards the gazelles. അങ്ങനെ ഈ പൂജാരി, ഹുബലിന്റെ പൂജാരി പ്രാർത്ഥിച്ചിട്ട് ഈ അബ്ദുൽ മുത്തലിബും പ്രാർത്ഥിച്ചു, ഖുറൈശികളും പ്രാർത്ഥിച്ചാണ്. അങ്ങനെ അമ്പിട്ടപ്പോ ഈ സ്വർണം യെല്ലോ ആരോ, കബയുടെ ആരോക്ക് സ്വർണം കിട്ടി. giving them to the Kaaba, and 2 black ones came out for his swords and armor, making for Abdul Muttalib. വാളും പടച്ചട്ടയുമല്ല അബ്ദുൽ മുത്തലിബിന് കിട്ടി. ബട്ട് the 2 arrows of the Quraysh remained behind. So Abdul Muttalib hammered down the 2 swords into door of the Kaaba, into which incorporated 2 yellow gazelles. This was so the first decoration for the gold the Kaaba had. അങ്ങനെയാണ് കബയ്ക്ക് ആദ്യമായിട്ടൊരു ആഭരണം കിട്ടുന്നത്. ഇത് ഹുബലിന്റെ മുമ്പിൽ അമ്പിട്ട് തീരുമാനിച്ച ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളും അബ്ദുൽ മുത്തലിബും കൂടെ അമ്പിട്ട് തീരുമാനിച്ച ഈ അബ്ദുൽ മുത്തലിബ് ആണോ താങ്കൾ ഈ പറയുന്ന ഏകദൈവം? സെബാസ്റ്റ്യൻ ബ്രദർ ഇപ്പൊ പറഞ്ഞതിന്റെ ജസ്റ്റ് ഏറ്റവും കുറഞ്ഞ വാക്കിൽ ഒരു സമ്മറി പറഞ്ഞേ ഫോർ ദ ഓഡിയൻസ്. സമ്മറി ഇതാണ്. അന്നത്തെ കാലത്ത് അബ്ദുൽ മുത്തലിബ് അവിടെ കബയുടെ അടുത്ത് ഒരു ഉറുമ്പൂങ്കൂടിനടുത്ത് എന്തൊക്കെയോ നിധി കുഴിച്ചിട്ടപ്പെട്ടിട്ടുണ്ടെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബും മൂത്ത മകനായ അബ്ദുൽ അൽ ഹരിത്തും കൂടെ വന്നിട്ട് അത് കുഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ മറ്റു ഖുറൈശികൾ വന്ന് തടസ്സം നിന്നു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അവരെ തടസ്സം മൈൻഡ് ചെയ്ത് അബ്ദുൽ മുത്തലിബ് കുഴിച്ചപ്പോൾ അവർ വിട്ടിട്ട് പോയി. കുഴിച്ചു വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരു നിധി കിട്ടി. അതായത് കുറെ സ്വർണവും കുറെ വാളും കുറച്ച് പടച്ചട്ടെ. അപ്പൊ ഖുറൈശികളെല്ലാം കൂടെ വന്നിട്ട് കബയിലെ അസറ്റാണ്, അതുകൊണ്ട് ഖുറൈശികൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വീതിക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബും ഖുറൈശിയ എല്ലാവരും കൂടെ ഒന്നിച്ചെടുക്കണം, അല്ലാതെ അബ്ദുൽ മുത്തലിബിന് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നമുക്ക് അമ്പിട്ട് കാര്യം തീരുമാനിക്കാം. അങ്ങനെ ഹുബലിന്റെ മുമ്പിൽ അമ്പിട്ട് കാര്യം തീരുമാനിക്കേണ്ട അബ്ദുൽ മുത്തലിബ് പ്രപ്പോസ് ചെയ്യുന്നു. ആ പ്രപ്പോസൽ ഖുറൈശികളെല്ലാം അംഗീകരിക്കുന്നു. അങ്ങനെ ബഹുദൈവ വിശ്വാസിയായതുകൊണ്ടാണല്ലോ ഹുബലിന്റെ മുമ്പിൽ അമ്പിട്ട് അബ്ദുൽ മുത്തലിബ് കാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെ ബഹുദൈവ വിശ്വാസിയായ അബ്ദുൽ മുത്തലിബും മറ്റു ഖുറൈശികളും ഹുബലിന്റെ മുന്നിൽ അമ്പിടാൻ വേണ്ടി അമ്പെല്ലാം എഴുതി പേരെല്ലാം എഴുതി ഹുബലിന്റെ പൂജാരിക്ക് കൊടുക്കുന്നു. കബയുടെ ഒത്ത മധ്യത്തിലുള്ള ഏറ്റവും വലിയ പ്രതിമയാണ് ഹുബൽ. ഹുബലിന്റെ പൂജാരി അമ്പിടാൻ വേണ്ടി നിന്നപ്പോ അബ്ദുൽ മുത്തലിബ് ആ ഹുബലിന്റെ പ്രതിമക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ അള്ളാ, നിന്റെ ഹിതം ഇവിടെ കാണിക്കണമേ, നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ ആ തീരുമാനം അംഗീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഹുബലിനെയാണ് അള്ളാഹ് എന്ന് വിളിക്കുന്നത്, അതല്ലേ? അബ്സല്യൂട്ട്ലി. ഹുബലിന്റെ പ്രതിമക്ക് ഹുബലിന്റെ മുമ്പിൽ അമ്പിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് തന്നെ പ്രപ്പോസ് ചെയ്തിട്ട് അത് ഖുറൈശികളും അംഗീകരിച്ചു. അങ്ങനെ അമ്പിടാൻ വേണ്ടി പൂജാരി അമ്പിടാൻ പോകുമ്പോൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ അള്ളാ, നിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്, നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദ ഡിവൈനർ കാസ്റ്റ് ആരോസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഹുബലിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഹുബല് അമ്പിട്ട് തീരുമാനിക്കുന്നതിന് അള്ളാഹുവെ നിന്റെ ഹിതം ഞങ്ങൾ അമ്പിട്ട് അറിയുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറയണമെങ്കിൽ അബ്ദുൽ മുത്തലിബ് നമ്പർ 1 ബഹുദൈവ വിശ്വാസിയും അബ്ദുൽ മുത്തലിബ് ഈ അള്ളാഹ് എന്ന് വിളിച്ചത് ഹുബലിനെയും ആണെന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഈ ഹുബല് കബയിലെ ഏറ്റവും വലിയ പ്രതിമയും ഹുബലാണ്. സെബാസ്റ്റ്യൻ ബ്രദറെ ക്ലിയർ ആണ്. യുഎൻഎസ് ഭായി നമ്മൾ കുറച്ചു നേരമായി താങ്കളിൽ നിൽക്കുന്നു. അതായത് ഒന്ന് താങ്കൾ മനസ്സിലാക്കുക, റെഫറൻസ് വെച്ച് എങ്ങനെയാണ് ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നത് താങ്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇതിനു മേൽ താങ്കൾക്ക് പറയാൻ വിത്ത് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? നോ സ്റ്റോറി, വിത്ത് റെഫറൻസ് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതിനു മേൽ പറയാൻ? ഇപ്പോൾ അബ്ദുൽ മുത്തലിബ് ബഹുദൈവ വിശ്വാസിയായിരുന്നെന്നും ഗുബലിനെയാണ് ആരാധിച്ചെന്നും ഗുബലിനെ അള്ളാഹു എന്ന് വിളിച്ച് ആരാധിച്ചെന്ന് വിത്ത് റെഫറൻസോടുകൂടി നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള റെഫറൻസോടുകൂടിയാണ് സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞത്. അതിനുമേൽ താങ്കൾക്ക് എന്തെങ്കിലും റെഫറൻസ് വെച്ചുകൊണ്ട് ഇതിനെ എതിർക്കാനുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. യൂനസ് ഭായ്. ഹലോ യൂനസ് ഭായ്. ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ
ശ്രമമുള്ളൂ. ഹുബലിന്റെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചാല് അത് ഹുബലിനെയാണ് അള്ളാഹു എന്ന് വിളിച്ചത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹുബലിനെയാണ് അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചത് എന്ന് എവിടെയെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരണം. പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾക്കും അങ്ങനെ ചെയ്താല്? അതല്ല ബ്രദറെ, അങ്ങനെ ഇല്ല, അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ പറയട്ടെ. അതായത് യൂനസ് ഭായി, ഞാൻ താങ്കളോട് അല്ലല്ല താങ്കളെ പറയിപ്പിക്കാം. താങ്കളെ ഞാനാണല്ലോ ഇത്ര വിളിച്ചു കയറ്റിയതിപ്പം. താങ്കളോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് സെബാസ്റ്റ്യൻ ബ്രദർ ഇവിടെ പറഞ്ഞത് റഫറൻസോടുകൂടിയാണ്. താങ്കൾ ഒരു റഫറൻസ് വെച്ചിട്ട് ഇതിന് മേൽ പറയാനാ പറഞ്ഞത്. താങ്കൾ കഥ പറയരുത്, റഫറൻസ് വെച്ചിട്ട് പറയൂ. സെബാസ്റ്റ്യൻ ബ്രദർ പറയുന്നതിന് മറുപടി തന്നെ ഞാൻ പറഞ്ഞത്. മറുപടി അല്ല സുഹൃത്തെ, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാതെ. താങ്കൾ സെബാസ്റ്റ്യൻ ബ്രദർ അല്ലാഹു ആവോ സുഹൃത്തെ? താങ്കളുടെ അവിടെ അബ്ദുൽ മുത്തലിബ് അമ്പിട്ട് കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഏത് ദേവന്റെ മുന്നിലാ ചെല്ലുന്നത്? ദേവൻ ഏതോ ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ ബ്രദർ ഏത് ദേവന്റെ മുമ്പിലാണ് അബ്ദുൽ മുത്തലിബ് അമ്പിട്ട് കാര്യം തീരുമാനിക്കാൻ വേണ്ടി ചെല്ലുന്നത്? എന്റെ ചോദ്യം അതാണ് ബ്രദറെ, ബഹളം വെക്കല്ലേ. അബ്ദുൽ മുത്തലിബ് ഏത് ദേവന്റെ മുമ്പിലാണ് അബ്ദുൽ മുത്തലിബ് അമ്പിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ചെല്ലുന്നത്? ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ അള്ളാഹു എന്ന് വിളിച്ച ഹുബാലിനെയാണ് എന്ന് പറഞ്ഞതാണ് ഞാനിവിടെ അള്ളാഹുവിന്റെ അല്ല, അതല്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഹുബാലിന്റെ ആരുടെ മുന്നിലാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ ചെന്നത്? ആരുടെ മുന്നിലാണ് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കാൻ ചെന്നത്? അദ്ദേഹം കാബയിൽ പോയി പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. കാബയിൽ പോയി പ്രാർത്ഥിച്ചല്ലോ, ഹുബലിന്റെ പ്രതിമയുടെ മുന്നിൽ ബ്രദറെ. അത് കാബയിൽ ഹുബല് മാത്രല്ലല്ലോ അന്ന്. അല്ല, ഹുബലിന്റെ പൂജാരിയുടെ അടുക്കല്, ഹുബലിന്റെ പ്രതിമയുടെ നേരെ മുന്നിൽ നിന്ന് ഹുബലിന്റെ പൂജാരിയുടെ അടുക്കയിൽ അമ്പ് കൊടുത്തിട്ട് അമ്പിടുന്നതിന് തൊട്ട് മുന്നേ ഇവരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ച കാര്യമാണ് അമ്പിട്ട് ഹുബല് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുന്ന അല്ലയോ അള്ളാഹുവേ, നിന്റെ തീരുമാനം എന്നെ ഇവിടെ അറിയിക്കണമേ. ഹുബലിനെയാണോ വിളിക്കുന്നത്? ആര്? ഹുബലാണ് അമ്പിട്ട് കാര്യം തീരുമാനിക്കുന്നത്. ഹുബലിന്റെ പൂജാരിയാണ് ഹുബലിന് വേണ്ടി അമ്പിടുന്നത്. അവിടെ കാര്യം തീരുമാനിക്കുന്ന ദേവൻ ഹുബലാണ്. ആ കാര്യം തീരുമാനിക്കുന്ന ദേവനെ ഇദ്ദേഹം വിളിച്ചത് അള്ളാ എന്ന്. താങ്കളല്ലേ പറഞ്ഞു അള്ളാഹു എന്ന് വെച്ചാൽ സൃഷ്ടാവായ ദൈവം എന്നാണ് അർത്ഥമെന്ന്. അല്ല, അള്ളാഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം എന്ന് അർത്ഥമെന്നല്ലേ താങ്കൾ പറഞ്ഞത്. ഇവിടെ അബ്ദുൽ മുത്തലിബ് ഹുബലിനെ അള്ളാഹ് എന്ന് വിളിക്കുന്നത് ഹുബൽ അള്ളാഹ് അല്ല. അതെങ്ങനെ? അല്ല, അതെങ്ങനെ ഹുബലിനെ യൂനസ് ഭായി, ഇപ്പൊ താങ്കൾ ശ്രമിക്കുന്നത് ഇവിടെ റെഫറൻസ് വെച്ച് വായിച്ചപ്പോൾ ഇനി താങ്കൾക്ക് രക്ഷപ്പെടാനുള്ളത് കുബലിന്റെ മുമ്പിൽ ചെന്നതും അള്ളാഹു എന്ന് വിളിച്ചാൽ അത് വേറെ ആരെങ്കിലും യഥാർത്ഥ ഈ കഥയൊന്നും പറയണ്ട. ശിവന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ല, മ്യൂട്ട് ചെയ്യാൻ ഞാനാണ് മ്യൂട്ട് ചെയ്തത്, മോഡറേറ്ററാണ് മ്യൂട്ട് ചെയ്തത്. താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കളോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് സെബാസ്റ്റ്യൻ ബ്രദർ പറയുന്നതിന്റെ മേളിൽ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥത്തിൽ നിന്ന് വല്ലതും ഉണ്ടോ? അല്ല, യൂനസ് ഭായിയുടെ ഡയലോഗ് കൂടി ആവശ്യമില്ല ഉണ്ടോ എന്ന് താങ്കൾ അത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഓഡിയൻസിന്റെ കാര്യം മനസ്സിലായപ്പോൾ അതിനെ പിന്നെ താങ്കൾ ന്യായീകരിക്കാൻ വേണ്ടി താങ്കളുടെ ആശയം ഇവിടെ ആവശ്യമില്ല. ഈ ടോസ്റ്റിന്റെയോ സെബാസ്റ്റ്യന്റെയോ കെവിൻ ബ്രദറിന്റെ ആശയം ഇവിടെ ആവശ്യമില്ല. ഗ്രന്ഥവും റഫറൻസുമാണ്. താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടോ വെക്കാൻ? ഇല്ലെങ്കിൽ താങ്കൾ ദയവായി ചർച്ചയിൽ നിന്ന് മാറുക, അടുത്ത ആളിലേക്ക് പോകണം. കുറെ നേരമായി ഇത്. താങ്കൾക്ക് റഫറൻസ് വെക്കാനുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്താ ഭയം? ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദർ എന്നെ എന്റെ സുഹൃത്തെ ഭയത്തിന്റെ കാര്യം പറയുമ്പോ റഫറൻസ് വെച്ച് സംസാരിക്കല്ലേ യൂനസ് ഭായി? പിന്നെ അദ്ദേഹം പറഞ്ഞ കളവുകൾ ഇവിടെ പോളിയും. ഡിസ്പ്ലേ പേരും. ഞാൻ ഒരു സംശയം ചോദിച്ചേട്ടെ, കെവിൻ ബ്രദറും ഡോസ് ബ്രദർ, നിങ്ങൾ ആരെങ്കിലും ഒരു ശിവന്റെ മുഴുകായ പ്രതിമക്ക് മുമ്പിൽ ചെന്നിട്ട് ഒരു ശിവന്റെ പ്രതിമയുടെ മുമ്പിൽ ചെന്നിട്ട് ഇദ്ദേഹം ഒരാൾ ചെന്ന് പ്രാർത്ഥിക്കുക, സൃഷ്ടവായ ദൈവമേ നീ എനിക്ക് കരുണ ചെയ്യണമേ എന്ന് ശിവന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഈ സൃഷ്ടാവായ ദൈവം എന്ന് വിളിക്കുന്നത്? ശിവനെ. അപ്പൊ അബ്ദുൽ മുത്തലിബ് അമ്പിട്ട് കാര്യം തീരുമാനിക്കാൻ ഹുബലിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ഹുബലിന്റെ പ്രതിമക്ക് മുന്നിൽ ചെന്നിട്ട് സൃഷ്ടാവായ ദൈവം, താങ്കളല്ലേ പറഞ്ഞു അള്ളാഹ്ക്ക് സൃഷ്ടാവായ ദൈവം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ
സൃഷ്ടാവായ ദൈവമേ നീ കാര്യം തീരുമാനിക്കണമേ, നീ പറയുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കാം എന്ന് ഹുബലിന് മുന്നിൽ ചെന്ന് പറയുമ്പോൾ ഈ സൃഷ്ടാവായ ദൈവം വിളിച്ച ആരെയാ? ഹുബലിനല്ലേ? പറഞ്ഞ കളവ് ഇവിടെ പൊളിഞ്ഞു. താങ്കൾ പറഞ്ഞ ഏത് കളവ്? ഓ അള്ളാ എന്ന ഹുബലിന്റെ പ്രതിമക്ക് മുന്നിൽ ചെന്നിരുന്നുകൊണ്ട് തീരുമാനിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഹുബലിനോടാ പ്രാർത്ഥിക്കുന്നത്. വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് അള്ളാഹുന്ന്. പിന്നെ എങ്ങനെയാണ് ഈ ഹുബലാണ് 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമായ ഹുബലിനെ നിങ്ങളുടെ മുത്തലിബാണ് അള്ളാഹു എന്ന് വിളിച്ചത്. ഞാൻ 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞ എന്നല്ല. 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമായ ഹുബലിനെ മുത്തലിബ് അള്ളാഹു എന്ന് വിളിച്ചിരുന്നു എന്ന തെളിവാ കാണിച്ചത്. അതിൽ ഒരു ആ 360 വിഗ്രഹങ്ങളിൽ ഉബാല് വിഗ്രഹമാണല്ലോ. ആ ഹുബലിനെ മുത്തലിബ് അള്ളാഹ് എന്ന് വിളിച്ചപ്പോ ആ ഹുബലിനെ മുത്തലിബ് അള്ളാഹ് എന്ന് വിളിക്കുമ്പോ എന്തിനാ ആ മുത്തലിബ് ഏകദൈവ വിശ്വാസിയാണെന്ന് കള്ളം പറഞ്ഞ താങ്കൾ 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് ഉബാല്, അതിൽ ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് പറഞ്ഞ പിന്നെ ഒരു സെക്കൻഡ്. ഹുബലാണ് വിഗ്രഹം. ആ ഹുബലിനെ മുത്തലിബ് അള്ളാഹു എന്ന് വിളിച്ചെന്നാ ഞാൻ പറഞ്ഞത്. അല്ലെ ഹുബലിനൊരു വിഗ്രഹം, വെള്ളാക്ക് വേറെ വിഗ്രഹം അല്ല ഞാൻ പറഞ്ഞത്. ആ 360 വിഗ്രഹങ്ങളുടെ മൊത്തം ഒബ്ജക്റ്റിൽ കബയുടെ സെന്റർ പീസായിട്ട് നിൽക്കുന്ന കബയുടെ നാഥനായ ഹുബൽ എന്ന് പറയുന്ന അള്ളാനെ അള്ളാഹ് എന്ന് തന്നെയാണ് അബ്ദുൽ മുത്തലിബ് വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ഉണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണെന്ന് പറഞ്ഞു. ഇപ്പൊ 360 വിഗ്രഹങ്ങളിലല്ല, 360 ദേവന്മാരിൽ ഒരാള്. പൊളിഞ്ഞില്ലേ? ഏത് കളവ്? താങ്കളല്ലേ കളവ് പറഞ്ഞ? മുത്തലിബ് ഈ കബേഡിൽ ചെന്നിട്ട് ഈ പറയുന്ന ഹുബലിന്റെ മുന്നിൽ അമ്പിട്ട് കാര്യം തീരുമാനിക്കുന്ന മുത്തലിബ് എങ്ങനെയാണോ വരാ ഏകദൈവ വിശ്വാസിയായ മുത്തലിബ് ഏകദൈവ വിശ്വാസിയാണെന്നുള്ള കള്ളം പറഞ്ഞ താങ്കളല്ലേ? നാളാവില്ല ഇങ്ങനെ കള്ളം അല്ല അല്ല താങ്കൾ നേരത്തെ പറഞ്ഞ വീഡിയോ അല്ല താങ്കൾ ഏകദൈവ വിശ്വാസം. താങ്കൾ ഹുബലിന്റെ മുന്നിൽ അമ്പിട്ടാൽ ഏകദൈവ വിശ്വാസിയാണോ? 360 വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹമാണ് അള്ളാഹു എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞു. ഹുബല് ആ ഹുബലിനെ മുത്തലിബ് അള്ളാഹ് വിളിച്ചു. അള്ളാഹു അതിലൊരു വിഗ്രഹമാണെന്ന് താങ്കൾ മുമ്പ് പറഞ്ഞു. എവിടെ പറഞ്ഞു? വെറുതെ ഇരുന്നു നോണ പറഞ്ഞു. ഇതിൽ റെക്കോർഡ് നേരത്തെ ഇട്ട വീഡിയോ അല്ല. ഇവിടുത്തെ പോയിന്റ് ഹുബല് ഏകദൈവ വിശ്വാസി അബ്ദുൽ മുത്തലിബ് ഏകദൈവ വിശ്വാസിയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അബ്ദുൽ മുത്തലിബ് ഹുബലിനെ ആരാധിച്ചിരുന്നവനായിരുന്നു എന്നും ഹുബലിന്റെ പ്രതിമക്ക് മുന്നിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്നും ഹുബലിന്റെ അവിടെ അമ്പിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നയാളായിരുന്നുവെന്നും അങ്ങനെ പക്കാ ബഹുദൈവ വിശ്വാസിയായിരുന്നു ഈ പറയുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് ഞാൻ ഇവിടെ രേഖകൾ സഹിതം തെളിയിച്ചു. അപ്പൊ താങ്കൾ നുണ പറഞ്ഞാൽ ആദ്യം മാപ്പ് പറ. ഇയാൾ പറയുന്ന ഒരു കാര്യത്തിന് തെളിവില്ല. ഇയാൾ യൂനുസ് പറയുന്ന ഒരു കാര്യത്തിന് തെളിവില്ല. ഇയാളെ ഇവിടെ നിർത്തിയിട്ട് കാര്യം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ കാണിച്ചോണ്ട് ആ പുസ്തകം ഡിസ്പ്ലേ ചെയ്താ പറയുന്നത്. 123 പേജ് സീറത്ത് അൽ നബവിയ 123 പേജ്. അതില് ഇനി 125 പേജ് എടുത്താലും ഈ ഇതിന്റെ ബന്ധപ്പെട്ട കാര്യം കാണാം. എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് 125 പേജിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ 125 പേജ്. They did so and he went with them inside the Kaaba. അവര് കബയുടെ അകത്ത് കയറി. ആരൊക്കെ? ഈ പറയുന്ന ടീമുകള്, ഈ അബ്ദുൽ മുത്തലിബിൻ ടീമുകളൊക്കെ കബയുടെ അകത്ത് കയറിയിട്ട് അബ്ദുൽ മുത്തലിബ് ടീമുകളൊക്കെ കബയുടെ അകത്ത് കയറി. ടു ദ സൈറ്റ് ഓഫ് ദയർ ഗോഡ് ഹുബൽ, അവരുടെ ദൈവമായ ഹുബലിന്റെ അടുത്തേക്ക് ചെന്നു. Where there was a well in which offerings to the Kaaba would be placed. ഈ ഹുബലിന്റെ മുമ്പിലാണ്, കബയുടെ നാഥന്റെ മുമ്പിൽ, ഹുബലിന്റെ മുമ്പിലാണ് കബയ്ക്ക് കൊടുക്കുന്ന ദാനങ്ങൾ നിക്ഷേപിക്കുന്ന കിണർ പോലും ഉള്ളത്. ഓക്കെ, there near Hubal were 7 arrows. ഈ ഹുബലിന്റെ മുമ്പിൽ 7 അമ്പുകൾ ഉണ്ടായിരിക്കും. Which they would use for divining a judgment over some matter of consequences. A question of blood money, കിൻഷിപ്പ് ഓർ ലൈക്ക് ദാറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ ആ തർക്കം തീർക്കുന്നതിന് ഈ ഹുബലിന്റെ ആരോ അമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് തർക്കം തീർക്കുന്നത്. ദേ വുഡ് കം ടു ഹുബൽ ടു സീക്ക് എ റെസൊല്യൂഷൻ അക്സെപ്റ്റിംഗ് വാട്ട് എവർ ദേ വർ ഓർഡേർഡ് ടു ഡു ഓർ നോട്ട് or to refrain from. അങ്ങനെ ഹുബലിന്റെ അടുക്കൽ വന്ന് ഹുബലിനോടാണ് അവർ റെസൊല്യൂഷൻ, പരിഹാരം ചോദിക്കുന്നത്. ആ പറയുന്ന തീരുമാനം, ഹുബലിന്റെ അമ്പിട്ട് വരുന്ന തീരുമാനം, ആ ഹുബലിന്റെ തീരുമാനം അവര് അംഗീകരിക്കും. ഇത് കൃത്യമായിട്ട് ആ ചരിത്ര ഗ്രന്ഥത്തിൽ 125 പേജിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ അബ്ദുൽ മുത്തലിബ് ഈ അമ്പിട്ട് കാര്യം തീരുമാനിക്കാമെന്ന് അബ്ദുൽ മുത്തലിബാണ് പറയുന്നത്. He replied, Abdul Muttalib replied, I will make 2 arrows for the Qibla, Kaaba, 2 for myself and 2 for you.
whoever has his arrows come out for something that he shall have. അമ്പിട്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്ന് അബ്ദുൽ മുത്തലിബ് പറയുക. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അവിടെ ചെന്ന് ആ ഹുബലിന് മുമ്പിൽ അവിടുത്തെ പൂജാരിക്ക് അമ്പ് കൊടുത്തിട്ട്, ആൻഡ് ഹുബൽ വാസ് ദ ലാർജസ്റ്റ് ഓഫ് ദ റൈഡൽസ് ആൻഡ് ദാറ്റ് വാസ് വൈ അബു സുഫിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓ അല്ലാഹ്, യു ആർ ദ മസ്റ്റ് പ്രൈസ്ഡ് കിങ്, ഈ അല്ലാഹ് ഏത് ഈ അമ്പിട്ടുകാർ, യു വിഷ് ഐ ഹാവ് മെയ്ഡ് എ വോവ് ടു ഹിം ഹു ഡിസൈഡ്സ്. ഇവിടെ അമ്പിട്ട് കാര്യം സാധിക്കുന്ന ഈ ഹുബൽ എന്ന ദേവന്റെ മുമ്പിൽ ചെന്നിട്ട് ആ അമ്പിട്ട് കാര്യം സാധിക്കുന്ന ദേവനോടാ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഈ അള്ളാഹ് എന്ന് വിളിക്കുന്നത്. 125 പേജ് കൃത്യമായിട്ട് പറയുന്നു, അമ്പിട്ട് കാര്യം സാധിക്കുമ്പോൾ തീരുമാനമെടുക്കുന്നത് ഹുബലാണ്. ആ ഹുബലിന്റെ പ്രതിമയുടെ മുമ്പിൽ അമ്പിടാൻ വേണ്ടി അമ്പ് പൂജാരിക്ക് കൊടുത്തിട്ട് അമ്പിട്ട് കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ കാര്യം തീരുമാനിക്കുന്ന ദേവനോട് ആ ഹുബലിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക, അല്ലയോ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയുക, അത് ഹുബലിനെ അല്ല വിളിച്ചതെന്ന് അള്ളാഹ് എന്ന്. ഇത് ശ്രീരാമന്റെ പ്രതിമക്ക് മുന്നിൽ ചെന്നിട്ട് അല്ലയോ എന്റെ ദൈവമേ അല്ലെങ്കിൽ എന്റെ ദേവ എന്ന് വിളിക്കുമ്പോ അത് ശ്രീരാമനെ അല്ല വേറെ ആരണ്ടിനെ വിളിച്ചു എന്ന് പറയുന്ന പോലെ നാണാവില്ലേ ഇവർക്ക്? അല്ല, ആനപ്പടയിൽ നിന്നും രക്ഷിച്ചുള്ള ക്രെയിനിൽ നിന്നും എന്തേ യൂനുസെ രക്ഷിച്ചില്ല? യൂനുസെ ആനപ്പടയിൽ നിന്നും രക്ഷിച്ചുള്ള ക്രെയിനിൽ നിന്നും എന്തേ രക്ഷിച്ചില്ല? ഇതൊന്ന് പറയാമോ? 360 വിഗ്രഹങ്ങളിൽ ഒരു ഹുബലിനെ അള്ളാഹ് എന്ന് വിളിച്ച കാര്യം പറയുമ്പോൾ 360 ഒരെണ്ണത്തിന്റെ കാര്യം തീരുമാനമാവട്ടെ. ഇവിടെ മുത്തലിബ് അള്ളാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് ഹുബലിനോടാണോ അല്ലയോ? താങ്കൾ ഇവിടെ പറഞ്ഞ താങ്കൾ ഓരോ കാര്യം തെളിവ് ഓർണ എന്തിനാണ്? എന്റെ പഴയ വീഡിയോയിൽ ഇവിടുത്തെ കാര്യം തീരുമാനിച്ചിട്ട് പഴയ വീഡിയോയിൽ താങ്കൾ പറഞ്ഞത് പൊളിഞ്ഞ്. താങ്കൾ പറയുന്നത് അറബിയിൽ ദൈവത്തിന് പറയുന്ന പേരാണ്. അതല്ല, ഇവിടെ ഈ കാര്യം തീരുമാനിച്ചിട്ട് പോ, അറബിയിലേക്ക് ഈ കാര്യം തീരുമാനിച്ചിട്ട് പോ. താങ്കൾ ഈ ഓർണ എന്തിനാണ്? അത് പറയുമ്പോ അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തെ പറയുമ്പോ ഇപ്പുറത്തേക്ക് വരും. ഇതെന്തോന്നായത്? ഞങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം അബ്രഹാമിലേക്ക് പോയി, ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോ പറയാം അത് പറ്റില്ല വേറെ പോകണമെന്ന്. നടക്കത്തില്ല, ഇത് തീരുമാനിച്ചിട്ട് പോയാൽ മതി. ഇവിടെ അബ്ദുൽ മുത്തലിബ് അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഹുബലിനോടാണോ അല്ലയോ അത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് ആനപ്പടയ ഏത് കുതിരയിലേക്കും പോവാം. അത് നുണ പറയുന്നത് അതിൽ ഇത്ര ഡിസ്പ്ലേ ചെയ്ത് ഇവരുടെ ഗ്രന്ഥം, ഇത് നമ്മുടെ ആരുടെ ഗ്രന്ഥമല്ല, ഇവരുടെ സ്വന്തം ഗ്രന്ഥം ഇബ്നു കസീറിന്റെ അൽ സീറ അൽ നബവിയ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ കളനാണ്. എന്ത് ആ മുത്തലിബ് ഈ അമ്പട്ട് ഹുബലിന്റെ മുന്നിൽ കാര്യം നടക്കുന്ന മുത്തലിബ് ഏകദൈവ വിശ്വാസിയാന്ന് പറഞ്ഞ അയാള് നല്ല സത്യസന്ധൻ. സത്യം പറഞ്ഞ ഞാൻ കള്ളാണെങ്കിൽ ആകെ ഇബ്നു കസീറിനെ ഇപ്പൊ കള്ളാന്ന് വിളിക്കാം, അങ്ങേരായി എഴുതി വെച്ച് ഞാനല്ല. Okay, brother. Thank you.